നമ്മളെവിടെ എത്തി? മഴയാണല്ലേ? വാഗമരം കത്തി. മഴ ഇറ്റിറ്റ് വീഴും. മഴ ഇറ്റിറ്റ് വീഴും. ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ റെഡിയായി. 1.5 മാസത്തിനുള്ളിൽ കൂടുതൽ റെഡി. 1.5 മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ. ഇറ്റിറ്റ് വീണ മഴയാണ് നിർത്തിയത്. ആ ഇറ്റിറ്റ് വീണ മഴ ഒരു വലിയൊരു കൊടുമഴയായിട്ട് മാറട്ടെ മാഷിന്റെ വാക്കുകൾ കൂടെ പറയുന്നുണ്ട്. വീണ്ടും ലാസ്റ്റ് പറയാം. ഞാൻ പ്രീഡിയിൽ തോറ്റു, അവള് ജയിച്ചു. അങ്ങനെ പോയി അവള് അല്ല അങ്ങനെ അവളെന്നൊന്നും പറയല്ലേ. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മുക്കുറ്റി തിരുനാളി കാടും പടലും പറിച്ചു കെട്ടിത്ത തിത്ത തത്ത കഥ 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 മുക്കുറ്റി തിരുനാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ലം 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 താളം പൂത്താലം ശ്രീജ ബാക്കി. അപ്പൊ ആ ഒരു മഴയുടെ ആ ഒരു അനുഭവം കുഞ്ഞുണ്ണി മാഷ ഞാൻ പറഞ്ഞില്ല. കുഞ്ഞുണ്ണി മാഷ എനിക്കൊരു പോസ്റ്റ് കാർഡ് അയക്കുന്നു. ആ പോസ്റ്റ് കാർഡിൽ എഴുതിയിരിക്കുന്നത് സ്വപ്നങ്ങൾ എങ്ങനെയാണ് ജയകുമാറെ സ്വാപ്നങ്ങളാകുന്നത് എന്നാണ്. എന്നുവെച്ചാൽ അക്ഷരം പോലും തെറ്റിപ്പോകുന്ന ഒരാള് ആണ്. അവസരം വായിക്കുമ്പോൾ മുമ്പിലിരുന്ന് വെച്ച് പുളി തിന്നരുത്. അവസരം വായിച്ചോണ്ടിരിക്കണ്ടേ ഇല്ല കൃഷ്ണേട്ടാ, മുമ്പിൽ പുളി തിന്നു. അതേ മുമ്പിൽ അപ്പൊ അങ്ങനെ ഈ അക്ഷരം പോലും തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അക്ഷരം പോലും തിരിച്ചറിയപ്പെടാം. ഇന്നലെ നമ്മൾ ആരോ ഒരു കവിത നോക്കിയപ്പോൾ ഒരു അക്ഷരം തെറ്റുകയായിരുന്നു പറഞ്ഞു അല്ലേ? ഒരു നീജ എന്നുള്ളത് നീച്ച മനുജ എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ കാലം ഇങ്ങനെ പടന്നു. അതിനുശേഷം ഞാൻ ഈ കവിത വീണ്ടും അയച്ചു കൊടുത്തു. ഇത് മാഷ് പറഞ്ഞ തിരുത്തിയിട്ട് അയച്ചു കൊടുത്തൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വാരപംക്തിയിൽ ആ കവിത അച്ചടിച്ചു. അന്ന് ഈ കവിതയെ പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിക്കടെ സ്കൂളിക്കടെ നാട്ടിക്കടെ വിടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. ഇത് ആ പേര് ജയകുമാർ VR എന്നാണ് ഇനിഷ്യലുണ്ട്. അപ്പോൾ ജയകുമാർ VR എന്നിട്ട് ഈ ക്ലാസ്സും ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ മാതൃകയിൽ വന്നേക്കും. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് കുറേ കൂട്ടുകാരെ സാർമാരെ കാണിച്ചെടുത്തു. അങ്ങനെ ആൾക്കാരൊക്കെ പലരും കാണിച്ചു കൊടുത്തപ്പം മൊത്തത്തിൽ എന്തൊരു ചെറിയൊരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളെന്ന് ഒരു തോന്നലും, അപ്പോൾ ചിലർക്കൊക്കെ എന്നോട് ചെറിയ സ്നേഹം കൂടുതൽ ഒക്കെ ഉണ്ടായി. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ചെങ്ങമനാട് വാണികളേവരം എന്ന് പറയുന്ന വായനശാലയുണ്ട് ചെങ്ങമനാട്. ആ വായനശാലയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേച്ചിമാർ, ഉഷാന്നൊക്കെയുള്ള ചേച്ചി, അവരൊക്കെ വന്നിട്ട് ഞങ്ങളെ വായനശാലയിലേക്ക് വിളിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവിടെ ചെല്ലാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ വായിക്കാനൊന്നുമല്ല പോകണം. അവിടെ കുറുക്ക് കിട്ടും. കുറുക്കില്ലേ, ഇതിലും പഴയ കാലത്തിൽ പൊടി ഇങ്ങനെ ചൂടാക്കിയിട്ട് ആ കുറുക്ക് തരും. പിന്നെ ഈ താന്തവും പൊന്തവും കളിക്കാൻ പറ്റും, സീസാപ്പല. അപ്പം ഞങ്ങൾ പറയാം താന്തവും പൊന്തവും കളിക്കുക, പിന്നെ ഊർന്നിറങ്ങി കളിക്കുക, ഇത്തരം കൂടെ സാധനം കളിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ചില ചേട്ടന്മാർ ഈ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവിടെ ആ വായനശാല മുൻവശത്തിൽ ചെറിയ ഏരിയ അറിയുള്ളൂ. ആ ഏരിയത്ത് കയറ്റിയിരുത്തിയിട്ട് അന്ന് വന്ന അമ്പിളി മാമനിലോ അല്ലെങ്കിൽ ആ അതിൽ കൊച്ച് മാസികയിലെ ഒരു കവിതയൊക്കെ ചൊല്ലിക്കുക, അല്ലെങ്കിൽ ഒരു കവിത ഉറക്ക ചൊല്ലാൻ പറയും. അങ്ങനെ ഉറക്ക ചൊല്ലി കഴിയുമ്പോഴേക്കും ഈ ചവ് മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുഞ്ഞു മിഠായി ഒരു പൈസ 10 പൈസയ്ക്ക് 10 കിട്ടുന്ന മിഠായി വേണം. ആ മിഠായിയൊക്കെ സമ്മാനമായിട്ട് ഞങ്ങൾക്ക് തരും. അങ്ങനെ കുറച്ച് ഈ വായന കാര്യങ്ങളിലേക്കൊക്കെ വരികയും പൊതുവേ കവിതയോടൊരു താല്പര്യം നമുക്ക് കൂടി വരികയും, അതൊരു പ്രീ ഡിഗ്രി 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും കുറേശ്ശെ നമുക്ക് താല്പര്യമായി. പ്രീ ഡിഗ്രിയിൽ കുറച്ച് നമ്മൾ കവിത എഴുതാൻ തുടങ്ങി. കോളേജിലും ഒക്കെ എഴുതാൻ തുടങ്ങി. അന്ന് ഈ കയ്യെഴുത്ത് മാസികകൾ പലപ്പോഴും അന്നൊക്കെ അയക്കണ കത്തുകളൊക്കെ കവിത പോലെയായിരുന്നു. സുഹൃത്തുക്കൾക്ക് അയക്കണ കത്തുകളൊക്കെ കവിത പോലെയായിരുന്നു. അങ്ങനെ ഡിഗ്രി വിദ്യാഭ്യാസം വന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേക്കും ആ കാലത്തെ പ്രമുഖരായ കവികൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും സീനിയർ ON വിസാറിനെ പോലെ ഭാസ്കര മാഷെ പോലെ ആൾക്കാരല്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാട്,
കുരിപ്പുഴ സുകുമാർ, എ അയ്യപ്പൻ, ഡി വിനേന്ദ്രൻ സാറ്, ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെയൊക്കെ കാണാനും അവരൊക്കെ എവിടെയെങ്കിലും കവിതകളെല്ലാം വരുമ്പോൾ അവിടെ പോയി കേൾക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് കേട്ട് അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായി. പിന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കൂടുകയാണ്. പിന്നെ 2 ദിവസം 3 ദിവസമൊക്കെ അവരുടെ കൂടെ ആയിരിക്കും ഈ യാത്രയും സഞ്ചാരം. അങ്ങനെ കുറേ ആളുകളെ ആ തലമുറയിൽ, പിന്നെ അതിനുശേഷം ONV സാർ ഉൾപ്പെടെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ, സുകുമാരൻ ടീച്ചർ ഉൾപ്പെടെ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എന്നോട്, അത് കടമ്പനിട്ടൊക്കെ അവിടെ ഇടയ്ക്ക് വരും, 1.5-2 മണിക്കൂറൊക്കെയാണ് കവിത ചൊല്ലുന്നത്. 2 മണിക്കൂറൊക്കെ നിന്ന് ചൊല്ലുകയാണ് ഒരാൾ പറ്റി. അങ്ങനെ ഒരിക്കൽ വന്ന് ഭരത് മുരളി ഒക്കെ വരുന്ന അന്ന് പിന്നെ അലിയാർ മാഷ്, തിരുവനന്തപുരത്ത് അലിയാർ മാഷ്, ഫ്രാൽ മാഷ്, CR ഓമനക്കുട്ടൻ, അമൽനീരത്തിൻ്റെ അച്ഛൻ CR ഓമനക്കുട്ടൻ, ഇങ്ങനെ കുറേ പേർ, ഇവരൊക്കെ കൂടെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പോകാൻ പോയി, എന്തൊരു വഴി പോകും. അങ്ങനെ ഞങ്ങൾ പടയണി കാണാൻ പോയി. പടയണിയെ കുറിച്ച് ടീച്ചറിലാണ്. പടയണി ഞാൻ കണ്ടിട്ടില്ല, അത് കാണാൻ പോയി. അവിടെ ഒരു 10 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ എൻ്റെ ഒരു 9-ാം ദിവസം ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഈ കടമേട്ട രാമകൃഷ്ണ, അന്ന് കടമേട്ടുണ്ട്, കടമേട്ട മറ്റേ സാറിൻ്റെ പേരാണ് വാസുദേവപിള്ള സാറ്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയി. ഏതാണ്ട് അന്നത്തെ കാലത്ത് 90 വയസ്സ് പ്രായമുള്ള ഒരാളെ കാണാൻ പോകും. അവിടെ ചെന്നു. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാൻ. ചെന്ന വഴിക്ക് ഈ വിനേന്ദ്ര സാറിൻ്റെ കൂടെ ഞാൻ നിങ്ങൾ ചെന്ന വഴിക്ക് ഈ കുട്ടി ഏതാണെന്ന് ചോദിച്ചു. മറ്റൊരു അദ്ദേഹത്തിന് അറിയാം, ജയകുമാർ എന്ന പേര്, മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാ ഇരിക്കുക എന്ന് പറഞ്ഞ് നല്ല ഒന്നാന്തരം മരനീര് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ കഴിച്ചു ശരിക്കും ഇത് കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രായമുള്ള ഈ മുത്തശ്ശൻ ഒരു പാട്ട് പാടിത്തന്നു, പടയണിക്കകത്തുള്ളതാണ്. ആ പാട്ട് നമ്മളെല്ലാം കൂടി ഇപ്പോൾ പാടും, കുഴപ്പമില്ലല്ലോ. ഇത് പ്രസംഗം ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് തുടങ്ങണ എങ്ങനെയാണ്? അവിടെ വരെ ഏറ്റു പറഞ്ഞു. 5 10 16 താളം തെറ്റണ്ട, ക്രമവും തെറ്റണ്ട. 5 10 16 ആണാളും പെണ്ണാളും അവർ പെറ്റ മക്കളും. 5 10 16 ആണാളും പെണ്ണാളും അവർ പെറ്റ മക്കളും. പയ്യനെ വാരി വിതച്ചതി പുഞ്ച, പയ്യനെ വാരി വിതച്ചതി പുഞ്ച, പാടം പരക്കെ വിളഞ്ഞതി പുഞ്ച. കൊയ്തിട്ടെങ്ങാർക്കും അടക്കരുതാഞ്ഞ്, കൊയ്തിട്ടെങ്ങാർക്കും അടക്കരുതാഞ്ഞ്, പൊട്ടൊട്ടരികും പൂറം ചെത്തിക്കൊണ്ടേ, 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 ഒട്ടൊട്ടരികും പൂറം ചെത്തിക്കൊണ്ടേ. ഇതെന്ത് പാട്ടാണ്? പടയണിയെന്ന് പറഞ്ഞു. എന്നാലും സാധാരണ പറയുകയാണെങ്കിൽ, കുട്ടികളിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് പാട്ടാന്ന് ചോദിച്ചപ്പോൾ എന്ത് പാട്ടാന്ന് പറയും? കൊയ്ത്ത് അല്ല, ഒന്ന് കൊയ്ത്തുപാട്, ഒന്ന് കൊയ്ത്തുപാട്, പിന്നെ കൃഷിപ്പാട്ട്, പിന്നെ വേറെങ്കിലും പാട്ടുണ്ടോ? നമുക്കൊന്ന് കൊയ്ത് നോക്കിയാലോ? കൊയ്യാം, വാ. ഞാനും മോളുകൂടെ കൊയ്യാൻ പോവാം. അപ്പന് കാലസുമില്ല, അവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ കുഴപ്പമില്ല.
ഇവരെ ഇങ്ങനെ അങ്ങനെയൊക്കെ അവിടെ ഇല്ല. പുറകിലേക്ക് പറ്റില്ല, മുറിച്ചു ഓടിപ്പോലെ അവിടെ മഴ പഠിച്ചു വേണം മൈക്ക് വേണം അല്ലേ? ശരി. അപ്പം പിടിക്കുന്നു, മുറിക്കുന്നു, നിവരുന്നു, വയ്ക്കുന്നു. അപ്പം അതിന് മലയാളത്തിലൊരു കവി ഒരു കവിത എഴുതുന്നു. ഇതിപ്പോൾ ഈ പാടിയ പാട്ട് അത് കൊയ്യാൻ പറ്റുമോ? കൊയ്യാൻ പറ്റുമോ? 5 10 16 വല്ലോ കൊയ്യാൻ പറ്റുമോ? പറ്റൂല. 5 10 16 വല്ലോ ഒന്നും കൊയ്യാൻ പറ്റില്ല. പക്ഷെ കൊയ്യാൻ പറ്റുന്നൊരു കവിത മലയാളത്തിലുണ്ട്. ഏതാ? അതേതാ? അത് ശരിയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചങ്ങാതി ഇവിടെ എഴുതി വെച്ചല്ലോ. ആകെ നേർവഴി പാലിപ്പെല്ലാരും ആന പോലെ കടന്നു കൊയ്യല്ലേ, താഴ്ത്തിക്കൊയ്യുവിൻ തണ്ടുകൾ ചേറ്റിൽ ഊട്ടി തള്ളല്ലേ നെല്ലുപൊന്നാണ്, കത്ത പോലെ വാണിക്കതിർ മാത്രം കൊത്തി വെക്കല നീ കൊച്ചു പെണ്ണെ, കൊയ്യുവാനോ നീ വന്നത് കൊള്ളാം, കൊഞ്ചു കാളാഞ്ചി നീ പിടിപ്പാണോ. ആ തലയുടെ നാട്ടെങ്ങനെ ഇരിക്കും? ഈ ഡാൻസ് എവിടെ ഉണ്ടായപ്പോ? ഈ നാടൻ പാട്ടില്ലേ, ഏത് നമ്മുടെ നാടോടി നൃത്തം, അതിനകത്ത് സ്റ്റെപ്പില്ലേ? ഇതാണ് തന്നെ കൊയ്ത്തിൽ നിന്ന്. കൊയ്ത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ആ വാക്കൊന്ന് മാറ്റിയാൽ അധ്വാനത്തിൽ നിന്ന് എന്നാക്കും അല്ലേ? പണിയെടുക്കുന്നവരുടെ പാട്ടാണ്. അങ്ങനെ ആ കൊയ്ത്തിൻ്റെ താളം ഇതിനകത്ത് വരുന്നില്ല. ഏത് ആ മറ്റേ 5 10 16 എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ താളം വരില്ല. അത് വേറൊരു കാര്യമാണ്. ഞാൻ കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ നമുക്കതിന് വേണമെങ്കിൽ കൃഷിപ്പാട്ട് എന്നാക്കാം. അതിൽ ആദ്യത്തെ വരി ഏതാ? 5 10 16 അല്ലോ. ഇത് നേരത്തെ കേട്ടിട്ടില്ലേ? അവിടെ വെച്ച് അവിടെ അല്ലേ? 5 × 5 എത്രയാണ്? 5 എത്ര? 5 × 5 5 × 5 25. ഉറപ്പായിട്ടും എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. 5 × 5 25 25 10 35 16. ശ്രീജ മിണ്ടരുത്. അത് നേരത്തെ കേട്ടാന്നേ സ്ഥലത്ത് വെച്ച് ഞാൻ നോക്കിയപ്പോ ശ്രീജ കറക്റ്റ് വന്നോണ്ട് ഇതെങ്ങനെ എത്രയാ? ശരിയല്ലേ ടീച്ചർ? 51. നമ്മൾ പിന്നെ പിൽക്കാലത്ത് ഒരു ശ്ലോകം പഠിച്ചു. ഏതാ? 51 അക്ഷരാളി ഖലിതനുല ദേവേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോട് പൂക്കും കുസുമ തതിക്കില്ല എന്തുന്ന്. ഇങ്ങനെയൊക്കെ ചൊല്ലാം. കുസുമ തതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താൾ അല്ലേ? ഈ ശ്ലോകം ഭാഷയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഈ സാധനം നമുക്ക് എങ്ങനെയൊക്കെ ചൊല്ലാം? 51 അക്ഷരാളി ഖലിത തനുല ദേവേദമാകുന്ന ശാഖി. അങ്ങനെ പാടാം. വേറെ രീതി ചൊല്ലാം. വേണിക്ക് സംഗീതം ചേർത്ത് തിയോയ്ക്ക് വേണ്ടി ഒരു പാട്ടാക്കാം. കുഴപ്പമില്ല. ജിനമാഷിൻ്റെ ആ കവിത ചൊല്ലിയില്ലേ? ആ കവിത ജിനമാഷിൽ നിന്ന് മേടിച്ചിട്ട് അത് മ്യൂസിക് ചെയ്യും. സുന്ദരം പാട്ടാക്കാൻ പറ്റിയ കവിത കേട്ടോ. മാഷ് പറഞ്ഞല്ല ഇപ്പം ഇന്നിപ്പോൾ മാഷില്ല മലയാളം പറ്റില്ല. പറഞ്ഞത് നന്നായിട്ട് സംഗീത ഗംഭീര സാധനയ്ക്ക് മാറ്റാതെ ഒരു ചെറിയൊരു 5 മിനിറ്റിനുള്ളിൽ സംഗതി തീരും. ഇച്ചിരി വിഷ്വൽ ചെയ്തിട്ട് പി ജയന്തനും പാടി വെച്ചേക്ക് വന്നു മോനെ തൽക്കാലം തൊള്ളാൻ പോണ്ട. വേറെ എടുക്കാം. അപ്പോൾ ഈ 51 അക്ഷരമാണ് വാസ്തവത്തിൽ എവിടെയാണ്? 5 10 16 മുതൽ ആണും പെണ്ണും മക്കളൊക്കെ ആയിട്ട് മലയാളത്തിൽ 51 അല്ല. ഇപ്പം ചില അക്ഷരങ്ങളൊന്നും ഇല്ല. ഇപ്പം ഇലു എന്ന് പറയുന്ന അക്ഷരമില്ല. ചില പുതിയ വാക്കുകൾ അക്ഷരം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും.
ചിലപ്പോൾ വേറെ ഏത് ഭാഷയിലെ അക്ഷരം നമുക്ക് ഇങ്ങോട്ട് വന്നു വരാം. അപ്പോൾ ഈ അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നശിക്കാത്തത്. അപ്പൊ നശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, കേവലം അക്ഷരം മാത്രമല്ല, നശിക്കാൻ പാടില്ലാത്ത സത്യം, ധർമ്മം, ദയ, നീതി, സ്നേഹം, വിശ്വപ്രണയം. എന്ത് പ്രണയം? ഇല്ല, മറ്റേ പ്രണയമല്ല, വിശ്വപ്രണയം. ആ അതുകൊണ്ടാണ് വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദികന്ധമാം പ്രഭാവമേ വന്ദനം എന്ന് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ വിശ്വദർശനം എന്ന കവിത തുടങ്ങുന്ന അങ്ങനെയാണ്. 2 വരിയുള്ളൂ. കോലഞ്ചേരി കോളേജിലെ പ്രൊഫസർ ബിനോയ് ചാതുർത്തി എന്ന് പറഞ്ഞ കവി ഈ 2 വരി പഠിപ്പിക്കാനായിട്ട് 2-2.5 മണിക്കൂർ എടുത്തു. വാക്കിതാണ്: വന്ദനം സനാതനം അനുക്ഷണ വികസ്വരം സുന്ദരം പ്രപഞ്ചം ആദികന്ധം പ്രഭാവം. ഇത്രേ ഉള്ളൂ. ഇത്രയും അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദികന്ധമാം പ്രഭാവമേ നിന്നിൽ നീ കുരുക്കുന്നു നിന്നിൽ നീ നിസർഗാവിഷ്കാര കൗതുകം അനാദ്യന്തം എന്ന കവിത തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഈ അക്ഷരത്തിന്റെ ഖനി ആണ് ഭാഷയുടെ ബലം എന്ന് പറയുന്നത്. അക്ഷരം അവിടെ കുഞ്ഞുഭാഷയാണ് എഴുതിയ സ്വപ്നം എങ്ങനെയാണ് ജയകുമാരെ സ്വപ്നങ്ങളാകുന്നത് എന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് നമുക്ക് ഈ കവിത അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എത്തുമ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇത്തരം കുട്ടിക്കാലത്തല്ല, ആ കാലത്ത് ഒരുപാട് കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു, കവിതകൾ വായിക്കാൻ തുടങ്ങുന്നു. പോക്കോട്ടാണോ പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ ശ്രദ്ധ ഈ കൂടുതൽ കേവലം ഒരു കാര്യം അറിയൽ മാത്രമല്ല എന്ന് പറയുന്നു. പേരെങ്ങനെ വന്നല്ലോ? രാജൻ. അപ്പൊ ഞാൻ രാജനെ വിളിക്കുന്നു. രാജ ഒന്ന് വിളിയകട അതൊരു പോലീസ് സ്റ്റൈലേ പോയി. രാജ വിളിക്കണം. ഓക്കെ, രണ്ടാമത് വിളിക്കണം. രാജ അത് തന്നെ. അടുത്ത് വിളിക്കുന്നു. രാജ. അടുത്ത് വിളിക്കുന്നു. രാജ. അടുത്ത് വിളിക്കുന്നു. രാജ. ഒരു വാക്കല്ലേ പറയാം. ഈ ഒരു വാക്ക് പല മട്ടിൽ പറയുമ്പോൾ, പല ശബ്ദത്തിൽ പറയുമ്പോൾ, പല ക്രമത്തിൽ പറയുമ്പോൾ പല അർത്ഥം. ഒറ്റ വാക്കാണ്. നമ്മൾ 5, 10, 16 കൊല്ലം ആണാളും പെണ്ണാളും അവർ ഒറ്റ മക്കളും പയ്യനെ വാരി വിതച്ചതി പുഞ്ച എന്ന് ഞാൻ പാടി തന്നപ്പോൾ നിങ്ങൾ പലരും പാടിയത് പയ്യനെ വാരി വിതച്ചതി പുഞ്ച എന്നാണ്. പയ്യനെ വാരി വിതച്ചതി പുഞ്ച എന്ന് പറയുമ്പോൾ വ്യത്യാസമായി. ഈ വാരി വിതയ്ക്കൽ എന്ന് പറയുന്ന ഒരു അനുഭവത്തെ ആ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ആരോ പറഞ്ഞല്ലോ ഈ 10 കവിത ചൊല്ലുന്നതിനെ സംബന്ധിച്ച്. വോയിസ് മോഡുലേഷനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചു. അപ്പൊ ഈ വാരി വിതയ്ക്കുക താളം കറക്റ്റാണ്. പയ്യനെ വാരി വിതച്ചതി പുഞ്ച, അത് തന്നെയാണ്. പയ്യനെ വാരി വിതച്ചതി പുഞ്ച കണ്ടോ? അപ്പൊ ഭാവം മാറുന്നു. ഭാവം, അനുഭവം, സംഗീതം, താളം, ക്രമം, ജീവിതം, സ്വപ്നം, ഇങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ ഈ സംഗതി ഇങ്ങനെ മാറി പോകും. ഉദാഹരണത്തിന് രാമായണം കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മുത്തശ്ശൻ ഇരുത്തി വായിപ്പിക്കുമായിരുന്നു. കർക്കിടക മാസത്തിൽ നിർബന്ധമായി വായിച്ചു തുടങ്ങും. ഞാൻ അനിത്യമൊഴി നിന്നാണ് രാമായണം പറയുന്നത്. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മുത്തശ്ശനെ കേട്ടുകൊണ്ടിരിക്കും. തെറ്റിപ്പോയാൽ പറയും. മുത്തശ്ശൻ്റെ രാമായണം ഇവിടെ മുതൽ അങ്ങേറ്റം വരെ കാണാതെ വരും. അവിടെ നിന്ന് തിരിച്ചും മേടിച്ചു വരും, മറിച്ച് തിരിച്ചു വരും. ഇപ്പം രമ്പുന്തന വരുതി തിരുവനന്തപുരം എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ ഈ വലിയ കൃതി ഇങ്ങോട്ട് വായിക്കും. അവരുടെ ഒരു എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ അതിനകത്ത് സുന്ദരകാന്ഡം എന്നൊരു കാണ്ഡമാണ്. കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാണ്ഡമാണ് സുന്ദരകാന്ഡം. ഈ സുന്ദരകാന്ഡത്തിനകത്ത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന ഒരു സംഗതിയാണ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സകല ശുക കുല വിമല തിലകിത കളയവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകൾ അതിസാദരം കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര എന്ന് പറഞ്ഞു. ഇത് നമ്മൾ സാധാരണ കർമ്മര് സകല സുഖകുല വിമല തിലകിത കളയവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകൾ അതിസാദരം
കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്ന് വായിക്കും. പക്ഷെ എന്നോട് എൻ്റെ മുത്തശ്ശൻ ചോദിച്ചൊരു ചോദ്യം, ഹനുമാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോയത്, ലങ്കയിലേക്ക് പോയി. അപ്പോൾ ചാടി, നമ്മൾ കഥ ഹനുമാനൊക്കെ ചാട്ടണമല്ലോ, അതിനൊരു സൈക്കോളജി ഉണ്ട്. എങ്ങനെയാ ഈ കുഞ്ഞ് ഹനുമാനെ നീ ഭഗവാൻ അല്ലെങ്കിൽ വായുവിൻ്റെ പുത്രനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ശക്തി ഇങ്ങനെ വർദ്ധിപ്പിച്ച് പുള്ളി തന്നെ വലിയൊരാളായി. ചേട്ടാ അപ്പം ഞാൻ ചാടാൻ കിടക്കാൻ പറ്റും, ഒരു സൈക്കോളജി അത്. അങ്ങനെ പറ്റും, അങ്ങനെ പറ്റുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒറ്റ ചാട്ടം ചാടി അവിടെ എത്തി. പോണ വഴിക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവിടെ എത്തി. അപ്പോൾ മുത്തച്ഛൻ്റെ അടുത്ത ചോദ്യം, അത്ര ദൂരമൊക്കെ ചാടാൻ പറ്റും ഒരു കുരങ്ങിന്? ഹനുമാൻ നല്ല പ്രയോഗിച്ചാൽ ഒരു കുരങ്ങിന് ചാടാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുരങ്ങനെ അങ്ങനെ ചാടാൻ പറ്റും. കൂടി വന്നാൽ ഞാൻ എൻ്റെ വലതുവശത്തുള്ള മാവേന്ന് അപ്പുറത്തേക്ക് മാവേലിക്ക് ചാടാം, അതല്ലാതെ ചാടാൻ പറ്റില്ല. അപ്പം ഈ കുരങ്ങനൊരു വഞ്ചിയിലാണ് പോയതെങ്കിലും ഒന്നായി ചാർത്തി പോയി. പക്ഷേ വഞ്ചി പോകണമായിട്ട് രാമായണം പറയുന്നത്, രാമായണത്തിൽ വഞ്ചി കയറി പോയെന്ന് പറയാനില്ല. അപ്പോൾ മുത്തച്ഛൻ വാക്ക് പറഞ്ഞു, ഇന്നൊന്ന് സങ്കല്പിച്ചേ. വാക്കേതാ? സങ്കല്പം. ഒന്ന് സങ്കല്പിച്ചേ. അടുത്ത പറഞ്ഞ വാക്ക്, സങ്കല്പിച്ചാൽ നമുക്ക് വഞ്ചിയിൽ പോകുന്നതായിട്ട് കാണാം എന്നാണ്. വഞ്ചിയിൽ പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാം. അപ്പോൾ ഒരു കാഴ്ച ഉണ്ടാവുക. ഭാഷ, കവിത, കഥ, സാഹിത്യം ഒരു കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. രണ്ടു നേരം കാഴ്ചയുണ്ട്. അതും എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനും കണ്ണായിട്ട് ഒരു കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് കണ്ടാലാണ് നമുക്ക് എ അല്ലാന്നും ബി അല്ലാന്നും മനസ്സിലാവും. ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട്, എ ഈസ് നോട്ട് എ, ബി ഈസ് നോട്ട് ബി. ജയകുമാർ എന്ന് പറയുന്നത് നിങ്ങളീ കാണുന്ന സുന്ദരനായ അഞ്ചനക്കാരി പൊക്കമുള്ള രാമമാഷൊക്കെ സുന്ദരനാണ് ഞാൻ, അത് തർക്കമൊന്നുമില്ല. അവ സുന്ദരനായ ഞാനല്ല എന്നും ഈ കണ്ടൊന്നും കണ്ടതില്ലെന്നും കണ്ടതിനപ്പുറത്ത് എന്തോ കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിന് ധ്വനിയെന്നോ അല്ലേ, കൽപ്പന എന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ കൊളുത്തുന്ന അല്ലെങ്കിൽ ഉള്ളിലെവിടെ ഉണർത്തിയെടുക്കുന്ന ഒരു അനുഭവം എന്നോ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാനും സങ്കല്പിച്ചപ്പോൾ ഹനുമാൻ അങ്ങ് പോകുന്നത് സങ്കല്പിക്കുക. ഇത് വഞ്ചിക്കാതെ കയറി. വഞ്ചി എങ്ങനെ പോകണം? ഒരു തേട മുകളിൽ കയറും, താഴത്തേക്കലും, പിന്നെ മുകളിൽ കയറും, താഴത്തേക്കലും, ഇങ്ങനെ പോകണം. അപ്പോൾ രാമായണം ആ ഭാഗം അങ്ങനെ ഒന്ന് വായിച്ചാലോ? അത് വായിക്കുമ്പോൾ സകല സുഖകുല വിമല തിലകിതകളേ കളേബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. അപ്പോൾ അടുത്തത് കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. അടുത്ത തലവരും കിളിമകളും വേണേ താളൊന്ന് മാറ്റി പിടിക്കാം. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ, കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമോഴിയോ കിളിമകളെ. വേറെ ദീവനേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏതാണ്ടൊരു 60-70 രീതിയിൽ രാമായണം ചൊല്ലി ചോദിച്ചു. 60-70 രീതിയിൽ സകല ശുക കുല അങ്ങനെയല്ല, ഭാഷയുടെ സാധ്യതയാണ്. ഭാഷയുടെ സാധ്യതയാണ്. കേവലം ഒരു കാര്യം പറയുക മാത്രമല്ല, എന്തിനാണോ പറയുന്നത് ആ പറയുന്നതിൻ്റെ ഭാവത്തെ, അനുഭവത്തെ ആസ്വാദകൻ്റെ, വായനക്കാരൻ്റെ, അല്ലെങ്കിൽ ഒരു കേൾവിക്കാരൻ്റെ, എങ്ങനെയെങ്കിലും അനുഭവിക്കുന്ന ഒരാളുടെ അനുഭവത്തെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഭാഷയ്ക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം പ്രായമായ ഒരാൾ ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ചെയ്യുക ഈ സംഗതി അനുമാനങ്ങൾ ചാടിപ്പോയത്, അത് വഞ്ചി പോയാലെങ്കിൽ ഇരിക്കും. അപ്പോഴേക്കും ഈ എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുക, ഒരു വഞ്ചി പോയ പോലെ തന്നെ എഴുതി വെക്കുക. അതിന് പറ്റിയ വൃത്തമാണ്. അല്ലെങ്കിൽ വൃത്തം നമ്മൾ ഈ പഠിക്കുന്ന വൃത്തമൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ ആ സമ്പ്രദായമാണ് എഴുതിയത്. അത് ഗദ്യത്തിലും ചെയ്യാം. അയ്യപ്പൻ്റെ കവിത വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അയ്യപ്പനെ കുറിച്ച് ഞാനൊരു എഴുതിയിട്ടുണ്ട്, ഒറ്റ എന്ന് എഴുതി. ഒറ്റ പണ്ട് എഴുതിയ ശ്രീത, ഞാൻ ശ്രീത്തൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് എഴുതുക. അന്ന് അയ്യപ്പേട്ടൻ ഞങ്ങളെ കുറിച്ച് യാത്രയൊക്കെ ചെയ്യുന്ന അറിയാം. അതിങ്ങനെയാണ്: ഒറ്റ 2 അക്ഷരം, ഓയും ടായും. ട വർഷ്യകരം, മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പദമുണ്ട്, വർഷ്യകരം. അത് ലിപിയില്ല. ട എന്നൊരു അക്ഷരമില്ല നമുക്ക്.
ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ടാന്ന് ഒരു പഴയ അക്ഷരമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അത് AR രാജാചർമ്മയാണ് ആ സംഗതി അക്ഷരത്തെ ആ ടീച്ചർക്ക് അറിയാലോ, അക്ഷരത്തെ കണ്ടെത്തിയിരുന്നു, ഉപയോഗിച്ചു. പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ട ഒറ്റ രണ്ടക്ഷരം ഓയും ടായും. ട വർഷ്യകരം, ലിപിയില്ല, ഉച്ചാരണമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത വരി ഇങ്ങനെയാണ്: ലിപി ഇല്ലാത്തവൻ അയ്യപ്പൻ, ലിപിയുള്ളത് കവിതയും. അങ്ങനെയാണ്, ലിപി ഇല്ലാത്തവൻ അയ്യപ്പൻ, ലിപിയുള്ളത് കവിതയും. അപ്പോൾ എന്ത് പറ്റി? ഈ പറഞ്ഞു വന്നതിൻ്റെ അറ്റത്ത് ഈ ചെക്കോവിൻ്റെ കഥകളൊക്കെ പതുക്കെ ട്വിസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക. ആ ട്വിസ്റ്റിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുന്ന പോലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതേ അനുഭവം തന്നെ ഉണ്ടാവുന്നത് വേറൊരു ഇത് പറയാം. അത് മഹാഭാരതത്തിലാണ്. അത് മുത്തശ്ശൻ തന്നെയാണ് കാരണം. ആ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കടോൽക്കജൻ ഭീമസേനും ആയിട്ടുള്ള യുദ്ധം. ആനയുടെ അല്ലേ, വാരണവീരൻ തലയേറ്റു. ആന ഈ മറ്റേ ഭീമസേനെ പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് എറിയും. നിലത്ത് നല്ല അഭ്യാസം കാണിക്കാൻ പറ്റും. മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം ഈ കൊമ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ നേരെ വന്ന് കൊമ്പിലേക്ക് വീഴും. ദൂരെ നിന്ന് അർജുനൻ കാണണം. അപ്പോൾ ഒരു 5 മിനിറ്റിനകം ചേട്ടൻ താഴെ വന്ന് വീഴും. ചേട്ടൻ്റെ കാര്യം തോന്നും. അവിടെ നിന്ന് ഈ അർജുനൊരു അമ്പായി. ഈ അമ്പ് നേരെ വന്നിട്ട് ഈ ആരെങ്കിലും എത്തണം, ആനയുടെ കഴുത്തേ പോയി ഇവിടെ അമ്പ് ഇവിടെ കൊണ്ടു. ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ ഈ കഴുത്തറ്റുമോ? അറ്റുമോ ഇല്ലെന്ന് വേറെ കാര്യം. ഇത് കവിതയാണ്. കഴുത്തറ്റുമോ? അതിൻ്റെ പുറകിൽ ഈ ഭഗതത്തിനിരിക്കുക. ഭഗതത്തിൻ്റെ കയ്യിൽ അമ്പ് വില്ലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ അസ്ത്രം ഈ ആനയുടെ കഴുത്ത് മുറിച്ചിട്ട് ആ വില്ല് മുറിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഭഗതത്തിൻ്റെ കഴുത്ത് മുറിക്കും. ആന ഞാൻ നിൽക്കുവാണ്, കണ്ടോളണം മനസ്സിൽ ഞാൻ നിൽക്കണത്. മുറിക്കും. അത് കഴിഞ്ഞിട്ട് പ്രയോഗമുണ്ട്, ആനയുടെ വാല് മുറിക്കും. അത് എഴുതി വെച്ചാൽ എങ്ങനെയാണ്: വാരണവീരൻ തലയറ്റു വില്ലറ്റു, വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റ്, നാലാമതാനതൻ വാലുമരിഞ്ഞിട്ട് കോലാഹലത്ത് വെറുതെ പോലെ കോലാഹലത്തോട് പോയി ദുബാണവും എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ച ഇങ്ങനെ കാണാം. ഒരു അമ്പുകരമാണ്. അപ്പോൾ പ്രശ്നം ചോദ്യതാണ്, കോലാഹലത്തോട് കാണാൻ പോകട്ടെ, പക്ഷെ വാലങ്ങനെ മുറിഞ്ഞു എന്നാണ് നമ്മുടെ യുക്തി. നമ്മുടെ ജീവിതാവസ്ഥ, ജീവിതാനുഭവം, നമ്മുടെ പരിസ്ഥിതി, പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ വീക്ഷണമൊക്കെ ഇപ്പം ചോദിക്കും. എന്നാ അതിനൊക്കെ അതിന് മുന്നിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് മോനെ ആനയുടെ വാല് പറഞ്ഞത്? ഞാൻ നോക്കുമ്പോൾ ഈ ഇതിങ്ങനെ വളഞ്ഞു പോകണം, വളഞ്ഞിങ്ങനെ ഒന്ന് മുറിച്ചുകൊണ്ട് പോകണം. അമ്പ് നേരെയല്ലേ പോകണം, അങ്ങനെയൊന്നും മുറിയില്ല എന്നല്ല. അങ്ങനെ ഞാനിങ്ങനെ 1-2 ആഴ്ച ഇങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ മുത്തശ്ശനോട് പറമ്പിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ഒരു പശുക്കുട്ടി ഉണ്ട്. ഈ പശുക്കുട്ടി ഇങ്ങനെ ഓടി തുള്ളിച്ചടിച്ച് നടക്കുക. അപ്പോൾ അന്നേരം മുത്തശ്ശൻ കണക്ട് ചെയ്തു. ഏത് മുത്തശ്ശനെന്ന് പറഞ്ഞിട്ടില്ല, കണക്ട് ചെയ്തത് ഈ പശുക്കുട്ടിയുടെ വാലെങ്ങനെ ഇരിക്കണം, മേലോട്ട് പൊങ്ങിയിരിക്കും. വാലുള്ള മുഴുവൻ ആളുകളും ജയകുമാർ സിംഗമാരോട് ഉൾപ്പെടെ ഇടയ്ക്കത് പൊങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഈ അമ്പ് നേരെ വരുമ്പോൾ ഈ വാലും കൂടെ കട്ട് ചെയ്തിട്ട് പോകും. എന്ന് വെച്ചാൽ വാനരന്മാർക്ക് വാലയിൽ ശൗര്യമാകുന്നു നൂനം, വയമതിനു ചടുതി വസനേന വാൽ വേഷ്ടിച്ച് വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും എന്ന് ഹനുമാൻ ലങ്കാദഹനത്തിൽ പറയുന്ന പോലെ. അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിത്രം തരും. ചിത്രം ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മലയാള ഭാഷ നമുക്ക് നൽകുന്നുണ്ട്. കവിത വാസ്തവത്തിൽ ആസ്വദിക്കപ്പെടുന്നത് ചിത്രത്തിൽ കൂടിയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ചിത്രകലയും കവിതയും തമ്മിലൊരു ആ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ ലാസ്റ്റ് ബെഞ്ചാണ്. ലാസ്റ്റ് ബെഞ്ച് വെച്ചാൽ നമ്മളത്തെ പൊക്കമുള്ള പിള്ളേരാണ്. പള്ളിലിക്കറാണ് വേഷം. ഇന്നിപ്പോൾ ഞാൻ മറ്റേ കൈകളോട് പറയുന്നത് പള്ളിലിക്കറിൻ്റെ കാര്യം കണ്ടിരുന്നിട്ട് ഈ മാഷയുടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പള്ളിലിക്കറെ കുറിച്ചൊക്കെ പറയുമ്പോൾ മാഷ പിള്ളേരെ പറ്റി എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ച് സ്റ്റാൻഡപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബെഞ്ചുകാരൊക്കെ എണീറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചത് പഠിക്കാൻ പറ്റും 4ാമുള്ള സാറാണ്. 4ാമുള്ള സാറുണ്ട്, മേരി ടീച്ചറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി മലയാളം പഠിപ്പിക്കും. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച് നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മക്കടാ നീ അങ്ങ് മാറിക്കിടാ ശഠ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഞങ്ങൾ 5 പേർക്ക് ഇരിക്കാവുന്നത് 7 പേരുണ്ട് ബെഞ്ചിൽ.
അതും ശ്രീജ കേട്ടായിരിക്കും. ശ്രീജയുടെ നോക്കാൻ പോയി. ഗായിക മാത്രമല്ല, ചില നവരസങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ചാക്കോമാഷ് വീടില്ലല്ലോ. ചാക്കോമാഷ് പോയോ? ഇല്ലല്ല, രക്ഷപ്പെട്ടു. നീ പറഞ്ഞോളൂ കേട്ടോ. ഇവരെയൊന്ന് സൂക്ഷിച്ചോട്ടോ, പാരമ്പര്യ. അപ്പൊ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ ചൊല്ലുവാണ്. ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നു, നമ്മളത് ചൊല്ലുന്നത് നോക്കേടാ നമ്മുടെ മാർഗേ കീടക്കുന്ന മർക്കേടാ നീയങ്ങോ മാറിക്കീടാ ഷടാന്നേ ഷടായില്ല ഷടാ. അപ്പൊ ഈ കാര്യങ്ങൾ തോന്നും. ദുർഘട സ്ഥാനത്തു വന്നു ശരയിപ്പാന്തീനം. ഇങ്ങനെ ആടി 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 ഈ ബെഞ്ചിന്റെ അങ്ങേരത്തിരിക്കുന്ന പയ്യൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിക്കുന്ന പയ്യൻ ഇങ്ങോട്ട് പോകും. അതുപോലെ ഇങ്ങനെ ആടും. ഇങ്ങനെ അവസാനം മതിൽ നിന്ന് ആടുപോലെ പഴയ ക്ലാസ്സിലേക്ക് പോയാൽ മതി. നമ്മൾ പഴയ കാലത്തെ ക്ലാസ്സിലേക്ക് പോയാൽ ഇങ്ങനെയാണ്. വാസ്തവത്തിൽ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഈ അനുഭവം പോവുക, കാവ്യ അനുഭവം നഷ്ടപ്പെടുക. നമ്മൾ വെറുതെ ഒരു എന്താ പറയുക, ഒരു മരണം ഉണ്ടാക്കിയ സ്ഥലത്ത് പോലെ ഇരിക്കും. കുട്ടിയുടെ മനസ്സിനകത്തേക്ക് സാധനം കയറണ്ടേ, അല്ലെങ്കിൽ കുട്ടിയെ ബോധ്യപ്പെടണ്ടേ. നോക്കടാ എന്ന് പറഞ്ഞാൽ നോക്കടാ. ആ ചോദ്യം നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. ദുർഘട സ്ഥാനത്ത് വന്നു ശയിപ്പാൻ നിരക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് നിതേരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഫീലാവും. അപ്പൊ ഈ മലയാള ഭാഷയുടെ കവിത കേവലം ആശയത്തിന്റെ പ്രചരണത്തിനപ്പുറത്ത്, കേവലം രസാനുഭവത്തിനപ്പുറത്ത് മറ്റൊരു അനുഭവമായി മാറുകയാണ്. ഈ അനുഭവം സാധ്യമാകുന്ന ഇത്ര മനോഹരമായ ഭാഷയുടെ താളാത്മകതയും സംഗീതാത്മകതയും ഒരുപാട് സാധ്യതകളും വേണ്ട പോലെ നമ്മൾ വർത്തമാനകാലം പരിഗണിക്കുന്നുണ്ടോ എന്നത് ഒരു ആത്മവിമർശനമായി പരിശോധിക്കേണ്ടതാണ്. ഭാഷയായി നിലനിൽക്കണമെങ്കിൽ ഭാഷയുടെ ഈ സാധ്യതകളും നമ്മൾ എന്തിനും ഉപയോഗിക്കണം. ഇനി നമ്മുടെ ഇടശ്ശേരിയിലേക്ക് വന്നാൽ എനിക്ക് ഇഷ്ടംപോലെ ഒറ്റ പത്തിയോടായിരം ഉടലുകൾ അല്ലെ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനശിലയിൽ അധോമുഖശയനം ചന്തമൊടിങ്ങനെ തുടരും അല്ലെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ട്. ഏത് ഒരു പെൺകുട്ടിയുടെ മുടിയെ കുറിച്ച് ആരെഴുതിയാണ്? ചങ്ങമ്പുഴ എഴുതിയാണ്. ചന്ദനശിലെ എനിക്ക് കൊതിയായിട്ടും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഈ ചന്ദനശില അന്വേഷിച്ച് ലോകം കൂടെ നോക്കണം, ഒന്നും സ്ഥലത്തും കാണാനില്ല. ചന്ദനം ആ പ്രയോഗം നിസ്സാര വാക്കല്ല, കേവലം ചന്ദനത്തിന് നിറം മാത്രമല്ല ഗന്ധം കൂടിയുണ്ട്. ഇന്നിപ്പോ ഞാൻ ശ്രീത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് മുറി ചെന്നിട്ട് ശ്രീത്തിൻ്റെ പേർക്ക് ഒരു സെന്റല്ലേ സാധനം എടുത്തിട്ട് ഇതൊന്ന് അടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. എന്നോട് ഒന്ന് അടിച്ചിട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ അടിക്കണേ എന്ന് ചോദിച്ചു. ഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ആൾക്കാരെ ആകർഷിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഒന്ന് അടിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു വേണ്ട, സ്വാഭാവികമായ ഗന്ധം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നു അവിടെ. അപ്പൊ സന്ദർഭികമായി പറഞ്ഞു. അപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കും, ഒറ്റപ്പത്തി ഒരു പത്തി മുടി ഇങ്ങനെ അറ്റം ഇങ്ങനെ കെട്ടിയിട്ടാണ് ഒറ്റപ്പത്തികൾ 1000 മുടലുകൾ ഇങ്ങനെ 1000 മുടികൾ ഇങ്ങനെ വന്നിട്ട് ഒരു കെട്ടായിട്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സാധനത്തിനെ വർദ്ധിക്കണം. ഒറ്റപ്പത്തിയോട് 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനശിലയിൽ അധോമുഖ കിട്ടോട്ട് തല കിട്ടുകൊണ്ട് ചന്തമൊടിങ്ങനെ. അത് രസമാണ്. അത് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് കയറി വരുന്നു. നമ്മൾ മലരണി കാടുകൾ തിങ്ങി എന്ന് പറഞ്ഞ കവിത എഴുതിയ കവി വേറെ കവിത എഴുതിയിട്ടുണ്ട്. എനിക്കിതുപോലെ മനസ്സിലാവാത്ത സംഗതിയാണ്. ഇത്ര ഗംഭീരമായ അക്കാലത്ത് അട്ടിയോടിരുളിരുളിന്മേൽ കട്ട വിളിച്ചൊരു കാലത്തിൽ എന്തൊരവസ്ഥയാണ് ഈ കാലത്തെ കുറിച്ച് എഴുതാണ്. ഇരുട്ടിൻ്റെ അട്ടി, അടുത്ത ഇരുട്ടിൻ്റെ അട്ടി, അതിൻ്റെ മുകളിൽ വീണ്ടും ഇരുട്ടിൻ്റെ അട്ടി, വീണ്ടും ഇരുട്ടിൻ്റെ അട്ടി. ഒന്ന് വർഗീയതയാവും, ഒന്ന് വാസമാവും, ഒന്ന് മുതലാളിത്താവും, ഒന്നുകിൽ പരിസ്ഥിതി നശിപ്പിക്കലാവും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവും, അല്ലെങ്കിൽ മാലിന്യമാവും. ഇതൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് കിടക്കാണ്. അട്ടിയോടിരുളിന്മേൽ കട്ട പിടിച്ചൊരു കാലം എന്ന് അക്കാലത്ത് തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടശ്ശേരിയിൽ നമ്മൾ പൂതപ്പാട്ടിൽ വരുമ്പോൾ രസമുള്ള രസം വെച്ചാൽ പരുവട്ടപ്പോഴേ അപ്പോൾ ഈ പൂതപ്പാട്ടിൽ ഭാഗത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയാണ്, സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ്. സപ്പോസ് ദിസ് ഇസ് ടീച്ചർമാരെ സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ്.
ടെസ്റ്റ് ഒന്നും ഇല്ല ആ കാലത്ത് അല്ലേ. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യും, സങ്കല്പിക്കും. വാക്കൊന്നും വന്നു, സങ്കല്പം വന്നു എന്ന് പറഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് എ കുട്ടി, ഒരു കുട്ടിയാണ് കഴിക്കുക. അപ്പോൾ ഈ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ തോളത്തേക്ക് ഇടും അമ്മ അല്ലേ, ഇങ്ങനെ തോളത്തേക്ക് ഇട്ട് ഈ ജയരാജുമാർ എപ്പോഴും പറയുന്നത് തമാശയുണ്ട്. ഈ കുട്ടിയെ തോളത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അപ്പോൾ ഈ കുട്ടിയുടെ ഹൃദയം ഇരിക്കുന്നത് കുട്ടിയുടെ ഇടതുവശത്തല്ല അല്ലേ, ആണോ? ഇതുപോലെ ഇടതുവശം ആവും, വലതുവശം ഒരാളുണ്ട്, ഞാനല്ല വേറെ ആൾ. മൂവാറ്റുപുഴയ്ക്കകത്ത് ഒരാളുണ്ട്, അദ്ദേഹത്തിന് മൂവാറ്റ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ഉണ്ണിച്ചേട്ടൻ്റെ ഹൃദയം ഇരിക്കുന്നത് വലതുവശത്താണ്. ശരിക്കും സത്യം. താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ എറണാകുളം. അല്ല, എൻ്റെ കൂടെ കൂടി ഇടതുവശത്തേ വരുള്ളൂ. പക്ഷെ ഇതല്ല, കുറച്ച് ശരിക്കും അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് കോളേജ് പഠിക്കുമ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എന്തൊരു സുഖമില്ലാതെ കഴിഞ്ഞപ്പോൾ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വീണ്ടും ചെന്നപ്പോൾ തന്നെ ഡോക്ടറോട് പറയാം, ഡോക്ടറെ എൻ്റെ ഹൃദയം ഇരിക്കുന്നു ഇവിടെയാണ് വലതുവശം. ഡോക്ടറോട് എന്താ പറയണം ശരിക്കും ഡോക്ടറെ. പിന്നെ അദ്ദേഹം എൻ്റെ സർട്ടിഫിക്കറ്റിനോട് എടുക്കുക എവിടെയും ഇപ്പം പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ആൾക്കാർ പരിശോധന എവിടെയായിരിക്കും ഇടതുവശല്ലേ. നമ്മുടെയൊക്കെ ചില ആശുപത്രികളിൽ ചില പ്രൈവറ്റ് ആശുപത്രി തോന്നുന്നതാണ് ഈ ഹൃദയം ഒന്ന് മാറ്റി വെച്ചേക്കാം എന്ന് കരുതി ഇടതുവശം വെട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ അവിടെ ഹൃദയം കാണില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടിയെ ഇങ്ങനെ കിടക്കുന്നു, കുട്ടിയുടെ ഹൃദയം ഇടതുവശത്ത്, അമ്മയുടെ ഹൃദയം ഇടതുവശത്ത് അല്ലേ. കുട്ടിയെ കിടത്തും. അപ്പോൾ അമ്മയുടെ ഹൃദയം കുട്ടിയുടെ ഹൃദയം അടുത്തെടുത്തി, വലിയ ദൂരമില്ല, അടുത്തെടുത്താം. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഡപ്പ് ലപ്പ് ഡപ്പ് ലപ്പ് എന്ന് വിളിച്ചു, കൊച്ചിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഡപ്പ് ലപ്പ് ഡപ്പ് എന്ന്. ഈ രണ്ട് ഒച്ചയും കൂടി കുറച്ച് കഴിയുമ്പോൾ ഒരൊച്ചയാവും. ആ ഒരൊച്ചയൊക്കെ പോകുമ്പോൾ കൊച്ചിൻ്റെ പ്രത്യേക ഒരു ഉരുണ്ട സ്ഥലമുണ്ട്, അവിടെ ഒരു മുട്ടി കൊടുക്കും. അതൊക്കെ പഠിക്കാൻ മുട്ടി കൊടുക്കും. അല്ലെങ്കിൽ പുറത്ത് ചില ആൾക്കാർ പുറത്ത് കഴിയും. ഈ നമ്മുടെ ജയരാജുകാർക്ക് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞാലെന്ന് അറിയാം. ഇപ്പം വാവാവം 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 വാവേ കൊച്ചു തുടങ്ങും. ആ സമയത്ത് വാര കഴിക്കുന്ന സാധനം ചാഞ്ചാട്ടിയാട്ടി ഉറങ്ങു നീ. ആ പാട്ടങ്ങനെയല്ല, പക്ഷേ തമാശക്കാരാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ കൊച്ചിനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇടശ്ശേരി പറയുക, കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി. എവിടെയാ അതെവിടെയാ എവിടെയാ മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. എന്ത് സുഖം, വായന വെള്ളം വരും. ചോറിങ്ങനെ പീച്ചി പഠിച്ച് അവസാനം ഈ കുട്ടികളൊക്കെ വരും എടുത്ത സാധനം അല്ലേ നമ്മൾ വണ്ടി കഴിച്ചത്. ഈ ചില തള്ളമാരെന്നറിയോ, അത് ചിരിക്കാൻ മനസ്സിലായി. ചില തള്ളമാർ പീച്ചി പഠിച്ച് കൊച്ചിനെ കൊടുക്കും, ബാക്കി തള്ളമാരെ കാരണം ഭയങ്കര രസമാണ്, ഭയങ്കര രുചിയുള്ള സംഗതി. അപ്പൊ അങ്ങനെ തള്ളമാരുണ്ട്. അത് ഈ ഒറ്റപ്പത്തി മാത്രമല്ല, ഒറ്റപ്പത്തിയുടെ 1000 മോഡലല്ല, 1000 മോഡലിൽ 1000 പത്തിയുള്ള തള്ളമാരാണ് അങ്ങനെയുള്ളത്. ഞാൻ അമ്മ എന്ന വാക്കല്ല ഉപയോഗിച്ചത്, മാതാ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്, തള്ള എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതുപോലെ ഇടയ്ക്കും തന്ത എന്ന വാക്ക് ഉപയോഗിക്കും. കാരണം ഭാഷയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അത്തരം ചില വാക്കുകൾ നമ്മൾ കൈവിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കൂടി ആലോചിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എത്ര ഭംഗിയായിട്ടാ മാഷതിനകത്ത് ആ കവിതയിൽ കൊണ്ടുവന്നത്. അങ്ങനെ മലയാള ഭാഷയുടെ ഒരു സാധ്യതകൾ അത് കഴിഞ്ഞ് പുതിയ കുറച്ചുകൂടെ കൂടി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഞെട്ടിക്കുന്ന കവിതകളൊക്കെ വന്നുണ്ട്. ഈ 18 മുറിവുകൾ എന്ന് പറഞ്ഞിട്ട് അഭിനേറ്റയുടെ പുസ്തകമുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അന്ന് മേടിച്ച് വെച്ചാൽ എത്രയോ കൊല്ലം മുമ്പ് അല്ലേ, ചേട്ടൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയല്ലേ. 83 ഞാനന്ന് 10ാം ക്ലാസ്സിലായിരിക്കും. അന്നത്തെ കാലത്ത് ആ പുസ്തകത്തിനകത്ത് ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് ഇപ്പം നമ്മൾ കവിത എഴുതല്ലേ ഗദ്യത്തിൽ സമ്പ്രദായത്തിൽ, അതിൽ മിക്ക കവിത അങ്ങനെയാണ്. ഈ കവി ക്രാന്തദൃശ്യം ചുമ്മാ പറഞ്ഞല്ല, രാവണേട്ടൻ നിസ്സാരക്കാരനല്ല. അന്ന് എഴുതിയ രാവണേട്ടൻ്റെ കവിതകൾ പറഞ്ഞല്ലേ. ചേട്ടനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് എന്തോ ചെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ PDCക്ക് പഠിക്കാൻ പോകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്ക് രാവണേട്ടൻ കണ്ടിട്ട് എന്തൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ എന്നോട് ഏത് കോളേജ് മാഷിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ചേച്ചിയോട് പറഞ്ഞില്ലേ, ചേച്ചി സാക്ഷിയല്ലേ, ചേച്ചി സാക്ഷിയാ. അപ്പോൾ ചേച്ചി പറയാം എനിക്ക് പണ്ടേ അറിയാലോ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ അവിടെ നിന്ന് ഈ കവിത വേറൊരു തരത്തിലേക്ക് മാറുന്നു, മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. ആ കവിതയുടെ വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് കവിതകളുണ്ട് കേട്ടോ. ഇപ്പം കാടിനു ഞാൻ എന്തു പേരിടും, കാടിനു ഞാൻ എൻ്റെ പേരിടും എന്ന്
എന്ന് ഡി വിനേന്ദ്ര സാർ പറയുന്നുണ്ട്. കുംഭതി കുംഭതി ഗണപതി കൊമ്പും തുമ്പിക്കരമൻ വഴിയെ എന്നും വിനേന്ദ്ര സാർ പറയുന്നുണ്ട്. വിനേന്ദ്ര സാറിന്റെ കവിതകളുണ്ട്. ആ സമയത്ത് മടഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു. ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ചന്ദ്രേട്ടൻ മൊത്തം നോക്കിയിട്ടില്ല എന്നൊരു കവിതയാണ്. ഏതാ? ഈറൻ കണ്ണു തുറന്നും തുറക്കുവിന് ഈറ്റപ്പുലി പെറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിണരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. അവിടെ നാടകം കളിക്കാല്ലേ? നാടകം കളിക്കാൻ പാടില്ലേ? ആലോചിച്ച് നോക്ക്. ഏത് നീറായ വനത്തിന്റെ നടുവിലാണ്. നീറ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് അവരുടെ ഉറുമ്പില്ലേ, കടിക്കണ ഉറുമ്പ്, അതിനെ പറയാറുണ്ട്. പക്ഷെ ആ വാക്കിലൂടെയാണ് നമ്മൾ പോണെങ്കിലും കവിത തന്നെ തെറ്റിപ്പോയി. കവിത തെറ്റുമല്ല, നമ്മൾ തെറ്റി. ആ സമയം നീറ എന്ന് പറയുന്നത് ചാരമാണ് എന്ന് ബോധ്യപ്പെട്ടാലും സൈലന്റ് വാലി മുഴുവൻ കത്തിക്കരിഞ്ഞ് ചാരമായി കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ നടുക്ക് ഒരു കാട്ടാളൻ വന്ന് അനിയിലെ മധു വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഒരു പന്തവും കുത്തിക്കൊണ്ട് ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞവൾ ആറ്റിൻ കരയിൽ തണലായി വിളിച്ചു കരളിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു. നമ്മൾ ഒരു സംഭവം കാണുക. കണയറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ. വേറൊരു കാവ്യ സമ്പ്രദായം വരിക. സമകാലീനമായ വിഷയങ്ങളെ പ്രാക്തന താളത്തിൻ്റെയോ അല്ലെ ഭാഷയുടെയോ സമ്പ്രദായത്തിൻ്റെയോ രീതിയിൽ ഒരു സംഭവം, സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ദളിത് കവിതയൊക്കെ ഇടിച്ചു കയറി വരുന്നത് പോലെ പൊതുസമൂഹത്തിലേക്ക് മറ്റൊരു ദർശനത്തിലേക്ക് മാറും. അവിടെ നമ്മൾ എത്രയോ കവികളെ കുറിച്ച് പറഞ്ഞു പോകാനുണ്ട്. ഉദാഹരണത്തിന് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോ പാന്തപ്രദേശ. മധുസാറിന്റെ അമ്മാവും ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആരന്തർമുഖം, ആ വാക്കേ ആരണ്യം, അന്തരം, ഗഹ്വരം, ഉദരം, തപസ്ഥാനം. ചുമ്മാ സ്ഥാനമല്ല, തപസ്ഥാനമാണ് അല്ലേ? ദോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എന്തർശനം. കുഞ്ഞുനിമാഷ പറഞ്ഞത് വയലാർ ഒറ്റ കവിത എഴുതിയിട്ടുള്ളൂ, അത് സർഗസംഗീതമാണ്. കുഞ്ഞുനിമാഷ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഒരു മാഷ പോയി പിന്നെ മറ്റേ വേറെ അശ്വമേധം ഉൾപ്പെടെയുള്ള കവിതകളോ അതൊക്കെ ആരൊരാളെ കുതിരെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏത് നമ്മൾ പഴയ കുഞ്ഞിനി ഭാഷ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത സർഗസംഗീതമാണ്. ഓമർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്തയാകാശം. അപ്പൊ അങ്ങനെയുള്ള എത്രയോ കവിതകൾ വരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ എന്താ പറയാ ഈ ഭ്രാന്ത് പിടിപ്പിച്ച കവികളുടെ ഒരാളാണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ബാലേന്ദ്രൻ്റെ കവിതകളെല്ലാം കേട്ടപ്പോൾ നമ്മളോട് ചെല്ലും. എവിടെയാണെങ്കിലും അതിന്റെ കുഴപ്പമുണ്ട്. നമ്മൾ എഴുതുമ്പോഴും ഈ സാധനം വരും ഇപ്പോഴും. അതായത് രാവണേട്ടൻ ഒരു സ്ഥലത്ത് വെച്ച് പറയുകയും ചെയ്തു ആ കാര്യം. അത് ഏതൊരു ക്യാമ്പിൽ വെച്ച് അല്ല എവിടെയോ സ്ഥലത്ത് കോട്ടയത്തോ എവിടെയോ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജയകുമാരുടെ കവിത എഴുതുമ്പോൾ ബാലേന്ദ്രൻ്റെ ഒരു ഇത് കയറി വരുന്നത്. അപ്പോൾ യാത്രാമൊഴി, ആദ്യത്തെ കവിത യാത്രാമൊഴി മുതൽ സഹശയനം ഉൾപ്പെടെയുള്ള സഹശയനം എന്ന കവിത ബാലേട്ടൻ ആദ്യമായിട്ട് ചൊല്ലുന്നത് ഞാൻ ഉൾപ്പെടെ 4 പേരുടെ മുമ്പിലിരുന്നു എറണാകുളത്ത്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പോൾ അത് ലീലാ ടീച്ചർ പറഞ്ഞു, ബാല നീ പരിഷത്ത് ആളിലേക്ക് വാ എന്ന് പറഞ്ഞു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, മാധവ പി ബാലൻ, മാധവമേലെ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന പി ബാലൻ, M അച്യുതൻ, ലീലാ ടീച്ചർ, MB ബെന്നി, പിന്നെ ഞങ്ങൾ 5 പേരുള്ളൂ. ഞാനവിടെ ഏറ്റവും കുട്ടി
ഇതുണ്ടോ? പക്ഷേ കുഴപ്പം ഞാൻ പറഞ്ഞ ചേട്ടനെ ജുബിടുന്നുണ്ടാകുന്നുണ്ടോ? വാടകയും തരില്ല. അപ്പം ഒരു വെച്ചി വാടക തന്നെ ഇപ്പം എന്നോട് പറഞ്ഞേക്കാം. ഞാൻ എപ്പോഴും ഊരി തന്നെ ചോദിച്ചു. അപ്പോൾ പറയണത് വാടക ഞാൻ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇപ്പം സേന ആ കവിതയുടെ ലാസ്റ്റ് വരിയാണ്: കപ്പലിൻ കാളം മുഴങ്ങി തുറമുഖം വിട്ടുപോകാൻ നേരമായി, ആഴങ്ങൾ ആർത്തലയ്ക്കുമ്പോൾ ഇരുമ്പു പലകമേൽ ഒറ്റയ്ക്ക് ജീവിതം നിൽക്കെ കടൽക്കാറ്റ് നിർത്താതെ കൊത്തിപ്പറിക്കുന്നു നമ്മുടെ അർത്ഥമില്ലാത്ത പതാകകൾ എന്ന് പറയുന്നു. എന്നാലും യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് ഉദ്ധരിക്കുകയും അപ്പോൾ അങ്ങനെ ഇത്തരം അനുഭവങ്ങൾ ഇത്തരം രസകരമായ രീതിയിൽ ഈ കേവലം ഈ രസം മാത്രമല്ല. രസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നവരസത്തെക്കുറിച്ച് പറയും. വാസ്തവത്തിൽ ഈ നവരസത്തിനകത്ത് വാത്സല്യമില്ല, ഭക്തിയുമില്ല. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. വാത്സല്യമില്ല, ഭക്തിയില്ല. പക്ഷേ ഈ രസം ഇല്ലേ? വാത്സല്യം എന്നുള്ള രസമുണ്ടല്ലോ. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രണയത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ 2 ഭാവങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഭാഷയുടെ ഒരുപാട് സാധ്യതകൾ, ഈ ഭാഷയുടെ ചൊല്ലറിവുകൾ, ഈ ഭാഷയുടെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ചാടി എനിക്ക് ചന്ദ്രേട്ടനെ അടിക്കണം എന്ന് വിചാരിച്ചോ, ചാടി ഒറ്റ അടി വെച്ചോ. ഞാനിവിടുന്ന് നവോന്നതാവൃത്തത്തിൽ ഇങ്ങനെ ചെന്ന് അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമുക്കൊരു പ്രത്യേക ഇങ്ങനെ ഒരു എന്താ പറയുക, ആളല്ലൻ സമരായുധം ചണ്ണച്ചാന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ചാടി ഒറ്റ അടിയാണ്. അതിന് അങ്ങനെ, അതായത് നമുക്കൊരു കാര്യം പറയാനുണ്ടാകും, ആ പറയാനുള്ള കാര്യം എങ്ങനെ പറഞ്ഞാലാണ് അത് അർത്ഥപൂർണമാവുക എന്ന ഒരു സാധ്യത വെച്ച് നമ്മൾ ഈ എഴുത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തമുണ്ട്. അത് ഗദ്യമാവാം, പദ്യമാവാം, എന്തുമാവാം. ഒരു ക്രൂരമായ ഒരു അവസ്ഥയെ നമുക്ക് കാണിക്കണം, ഒരു വാത്സല്യത്തെ കാണിക്കണം, ഒരു ഭക്തിയെ കാണിക്കണം, ഒരു പ്രണയത്തെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി നാശത്തിനെതിരായ ഒരു സംഭവം വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ 2 രീതിയിൽ എഴുത്തു വരാറും ചിലപ്പോൾ ഒരു എന്താ പറയുക 2 വരി എപ്പോഴെങ്കിലും വീണിട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് എഴുതി നമ്മൾ പൂർത്തിയാക്കാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ബുദ്ധികേറി വരും. മനസ്സ് മാത്രമല്ല, നമ്മൾ ഈ മനസ്സ്, ശരീരം, ബുദ്ധി, ഇങ്ങനെ 3 കാര്യങ്ങൾ. ഈ തൃത്വസങ്കല്പം ഭയങ്കരമാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ തൃത്വസങ്കല്പത്തെക്കുറിച്ച്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഭൂമി, പാതാളം, സ്വർഗം, മനസ്സ്, ശരീരം, ബുദ്ധി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ കുറേ നമുക്ക് ഈ 3ന്റെ കളി ഇടാം. ടീച്ചറെ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ 3ന്റെ കളിയൊക്കെ ശരിയല്ല, എന്താ സംഭവം എന്നറിയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഭാഷ നമുക്ക് നിവർത്തി ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഫാഷൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ അത്തരം സാധ്യതകളെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഇത് വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് ഈ ഭാഷയുടെ ഈ വൈവിധ്യം, ഇതിൻ്റെ ഒരു സൗന്ദര്യം, ഇതിൻ്റെ ചലനാത്മകത എല്ലാം നമുക്ക് ഇല്ലാതെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാ കുട്ടികളും ഒരുപോലെ ഇരുന്ന ഭംഗിയില്ല. പല കുഞ്ഞുങ്ങൾ പല രൂപത്തിലും പല നിറത്തിലും ഒക്കെ വരുമ്പോഴാണ് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. ഈ നാനാത്വത്തിലെ ഇന്നലെ പറഞ്ഞ അതേ കാര്യം, നാനാത്വത്തിൽ ഏകത്വം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നാനാത്വം ഉണ്ടാവണം. അത് തീർച്ചയായും പൂർണ്ണമായ സ്വത്വത്തിൻ്റെ ഭാഗത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെ പോയി അത് ഭാഷാപരമായ തർക്കമൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ മറ്റു ചില വിഷയങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല. എന്നാൽ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലേക്ക് സാമൂഹ്യമായ അന്തരീക്ഷം വരുന്ന തരത്തിലേക്കുള്ള രീതിയിലുള്ള ചിന്ത ഉണ്ടാവുകയും ചെയ്യണം. ഇത് ബാക്കി പിച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം കുറച്ചായാലും അല്ലേ? അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഉള്ള ഒരു ഭാഷയുടെ രസങ്ങളെ, ഭാഷയുടെ മധുരങ്ങളെ വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ അത്തരം ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ പേരിലാണ് എന്നോട് ഇങ്ങനെ നമ്മുടെ ദർശനം പറഞ്ഞപ്പോൾ ഞാൻ ദർശന കാര്യം ചെയ്യാം, ഇങ്ങനെ കുറേ കവിതകളൊക്കെ പരിചയപ്പെടുന്ന രീതിയിലൊരു ക്ലാസ് ആയിരിക്കും നല്ലത് എന്ന് പറയാൻ കാരണം. ഏതായാലും ഇങ്ങനെ തമാശ പോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് സംഗതികളുണ്ട്. ആ സംഗതികൾ ഒന്നും പോകാതെ, സംഗതി പോയി എന്ന് ശ്രീജ ഇടയ്ക്ക് പറയും, പക്ഷെ സംഗതി ഒന്നും പോകാതെ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ, നമ്മളിലൂടെ അടുത്ത തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം.
ഒരു കവിത ചൊല്ലാൻ ഇന്നലെ ചൊല്ലിയില്ല. ഇന്നലെ കവിത ചൊല്ലുന്നതിൽ ജയകുമാർ ഒഴിച്ച് എല്ലാവരും ചൊല്ലിയത്. അതാണ് പറഞ്ഞത്. അത് വേറെ രാത്രി കവിതയില്ലേ, പാട്ട്, ഫുൾ പാട്ടാണ്, ഫുൾ പാട്ട്, സിനിമ പാട്ട്. നമ്മുടെ മറ്റേ ഒരു ഇത് തോന്നിയ സംഭവം പറഞ്ഞില്ലേ, ഒരു ഇത് തോന്നിക്കാര്യം മഴ പെയ്തപ്പോഴേ. അപ്പൊ അന്ന് എൻ്റെ മനസ്സിൽ വീണ 2 വരിയാണ്: ഇലകളിൽ പ്രണയമെന്നരുമയായി മൊഴിയുന്ന മഴയുടെ നീരാള സ്വപ്നം മതി. ആ നീരാള സ്വപ്നം എന്നുള്ള പിന്നെ എടുത്താണ്. അത് പാടില്ല, അത് പാടുന്നില്ല. ഇത് സംഗതി പറഞ്ഞാൽ മതി. അപ്പൊ അതിൽ നിന്നാണ് വാസ്തവത്തിൽ ആ പാട്ടുണ്ടായത്. ആ പാട്ടുണ്ടാവുന്നത്, അതായത് ആദ്യം എഴുതിയത് എനിക്ക് നിലാവിൻ സ്നേഹം മതി എന്നല്ല, ഈ 2 വരി എഴുതി വെച്ചു കുറേ നാൾ മുമ്പ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്. അപ്പോൾ ഈ നടേശേട്ടനും പറഞ്ഞു നമുക്കൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാട്ടൊന്ന് തയ്യാറാക്കി വന്നു കഴിഞ്ഞപ്പം ഇത് ഈ ഒരു ഐഡിയ നടേശേട്ടൻ തിയേറ്ററിനോടും ഇർഷാദിനോടും പറഞ്ഞു. ഇർഷാദാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം പറയാം, എന്ത് ചെലവ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെലവ്, കാര്യം പറയാം. പ്രിയാന്തൻ്റെ പുതിയ സിനിമയിൽ ചെങ്ങനാൻ്റെ പാട്ട് എടുക്കുക. ഞാൻ ഞെട്ടിപ്പോയി, ഏത് പാട്ട്, ഞാൻ പാട്ടൊന്നും എഴുതി കൊടുത്തില്ല. അപ്പോൾ ആ നടേശനിലെ പാട്ട് ഇങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ട് അത് അങ്ങ് എടുക്കുക, ചില മാറ്റങ്ങളൊക്കെ വരുത്തണം, കഥയൊക്കെ പറഞ്ഞുതരാം എന്നിട്ട് 2ാമത് ആണ് അങ്ങനെ എഴുതി ആ രീതിയിലേക്ക് ആക്കിയത്. ഏത് കവിത ചൊല്ലും? ഇതൊരു ഈ അർദ്ധനാരീശ്വര സങ്കല്പമുണ്ടല്ലോ, അത്തരം ഒരു സങ്കല്പത്തിൽ, അങ്ങനെ സങ്കല്പം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് ആ രീതിയിൽ എഴുതിയ, അടി മുതൽ മുടി വരെ അല്ല, മുടി മുതൽ അടി വരെ തിരിച്ചാ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിഞ്ഞ ഒരാളായതുകൊണ്ട് തിരിച്ച് ഒരു ചൊൽക്കാഴ്ച. ഹിമമകുടം ചൂടും തുംഗശിരസിങ്കൽ മണിനാഗങ്ങൾ ഇണകെട്ടി തഴുകിറങ്ങും കാലത്തിൽ ഗംഗാസ്നാനം. ഹിമമകുടം പൂണും തുംഗശിരസിങ്കൽ മണിനാഗങ്ങൾ ഇണകെട്ടി തഴുകിയിറങ്ങും കാലത്തിൽ ഗംഗാസ്നാനം. കുളിർ കോരിച്ചൊരിയും നേരം ജഡകോതി ഒതുക്കും കാറ്റിൻ വരമരുളും വിരലിൽ വിശ്വത്തുടിയുണരും നേരത്തടിമുടി തിരുതാണ്ഡവമാടി നിറഞ്ഞി മുടിയേറി പൊലികൻ വാക്കേ പൊലിക നീ വാക്കേ നെഞ്ചിൽ നാരായം പുലരാൻ പൊലിക. ഓങ്കാര പൊരുളു നിറഞ്ഞൊരു വളസംഖ്യൻ സ്വരജതിയോടെ ഓങ്കാര പൊരുളു നിറഞ്ഞൊരു വളസംഖ്യൻ സ്വരജതിയോടെ സർഗസ്ഥിതിലയനാദങ്ങളിൽ ബ്രഹ്മത്തിൽ ശ്രുതി സാധകമായി കണ്ഠത്തിൽ പൊലികൻ വാക്കേ നറുതേനായി പൊലിക പൊലിക. ധ്വനിമൂർച്ചകൾ കുറുമ്പിച്ചർത്ഥം വിങ്ങും ധ്വനിമൂർച്ചകൾ കുറുമ്പിച്ചർത്ഥം വിങ്ങുന്നൊരു മാല്യം തിങ്ങും മാറിൽ ഭണിഗണമായി ചുറ്റി ഭ്രമണങ്ങൾ കൊത്തിയെടുക്കെ. ധ്വനിമൂർച്ചകൾ കുറുമ്പിച്ചർത്ഥം വിങ്ങുന്നൊരു മാല്യം തിങ്ങും മാറിൽ ഭണിഗണമായി ചുറ്റി ഭ്രമണങ്ങൾ കൊത്തിയെടുക്കെ. രസമെണ്ണി മതിച്ചു മയങ്ങാൻ രസമെണ്ണി മതിച്ചു മയങ്ങാൻ മധുകുംഭം നൊട്ടി നുണയ്ക്കാൻ. രസമെണ്ണി മതിച്ചു മയങ്ങാൻ മധുകുംഭം നൊട്ടി നുണയ്ക്കാൻ. ചരടില്ല പട്ടം പോലി ഇടനെഞ്ചിൽ കൂത്താടിയിടാൻ. ചരടില്ല പട്ടം പോലി ഇടനെഞ്ചിൽ കൂത്താടിയിടാൻ. കരളാകെ ഉലച്ചു ചുരത്തിച്ചൊലിയുക നീ വാക്കേ എന്റെ ധ്യാനപ്പൊരുളായി പൊലിക. അകമേ നീ പൊലിക പൊലിക. അണിവയറിൽ ഇലത്താളത്തിൻ കടലലതൻ ചടുലതയേറ്റി.
അണിവയറിലത്താളത്തിൻ കടലതൻ ചടുലതയേറ്റി മനമേറി മുഴുക്കെ ആഴിക്കകമാടി വടന്നു വരുമ്പോൾ അണിവയറിലത്താളത്തിൻ കടലതൻ ചടുലത മനമേറി മുഴുക്കെ ആഴിക്കകമാടി വിടന്നു വരുമ്പോൾ പൊക്കിൽ ചുടിവാതിലായിരം ആകാശച്ചുഴലിതറുത്തു തരളിതലയ വിന്യാസങ്ങളിൽ അടിപാടല ശോഭ കൊഴുത്തും പൊക്കിൽ ചുടിവാതിലായിരം തരളിതലയ വിന്യാസങ്ങളിൽ അടിപാടല ശോഭ കൊഴുത്തും പൊലിയുക നീ വാക്കേ പൊലിക കണ്ണിറയ പൊലിക പൊലിക ചെമ്പടവഞ്ചാരി അടന്തകൾ ചെമ്പടവഞ്ചാരി അടന്തകൾ ദുതനടനക്കേറി മുറുക്കി കൊട്ടിക്കൈ കയറും കാലഭ്രമണങ്ങളിലാടി ഉലഞ്ഞും ചെമ്പടവഞ്ചാരി അടന്തകൾ ദുതനടനക്കേറി മുറുക്കി കൊട്ടിക്കൈ കയറും കാലഭ്രമണങ്ങളിലാടി ഉലഞ്ഞും തുളയും തിരുവടിവും തുടിയും ഡമരുകവും ചേർന്നീ വിശ്വം കാക്കും ഒരു കൽപ്പനയായി പൊലിക നീ വാക്കേ പാലടിയിലൊതുക്കി പൊലിക അനശ്വരമായി പൊലിക പൊലിക എന്നിറമായി നാവിൽ പൊലിക എന്നിറമായി നാവിൽ പൊലിക എൻ സ്വരമായി നാവിൽ പൊലിക എന്നിറമായി കണ്ണിൽ പൊലിക എൻ സ്വരമായി നാവിൽ പൊലിക ജഠരാഗ്നി അണയ്ക്കാൻ പൊലിക ജഗനഗ്നിത്തിരയായി പൊലിക ജഠരാഗ്നി അണയ്ക്കാൻ പൊലിക ജഗനഗ്നിത്തിരയായി പൊലിക പാദങ്ങൾ പതിയും വഴിയിൽ പാദങ്ങൾ പതിയും വഴിയിൽ മായാത്തൊരു പാടായി പൊലിക പാദങ്ങൾ പതിയും വഴിയിൽ മായാത്തൊരു പാടായി പൊലിക വാക്കേ വാക്കേ നീ ആത്മാവിൻ്റെ കയ്യൊപ്പായെന്നും പൊലിക വാക്കേ നീ ആത്മാവിൻ്റെ കയ്യൊപ്പായെന്നും പൊലിക വാക്കേ നീ ആത്മാവിൻ്റെ കയ്യൊപ്പായെന്നും പൊലിക ഭാഷയുടെ പൊലിക 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 ഭാഷ. ഏതായാലും കുറേ നേരം നമ്മളെ ഒരു വേറെ ലോകത്തേക്ക് ഒരുപാട് കവിതകളെ കൂടെ നമ്മൾ കവിത കാഴ്ചയിലേക്ക് ഭാഷ നമ്മളെ കൊണ്ടുപോയത് ഇതൊരു നല്ല ഒരു അനുഭവമായിരുന്നു എനിക്ക് അനുഭവം. ഞാൻ ഈ മാഷെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരുപാട് വേറെ കവിതകളിലൊക്കെ എൻ്റെ കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് എൻ്റെ സന്തോഷം.